മരണശേഷം ഒരാളുടെ രേഖകൾ യാവിധം കൈകാര്യം ചെയ്യുക എന്നത് അടുത്ത തലമുറയുടെ ഉത്തരവാദിത്വമാണ്. അല്ലാത്തപക്ഷം ഇവ വഴിയുണ്ടാകുന്ന തട്ടിപ്പുകളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇനി ഓരോ ഐഡി പ്രൂഫുകളെ പറ്റി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി, ആധാർ കാർഡ്. ഒരു വ്യക്തിയുടെ മരണശേഷം ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ചില വഴികളുണ്ട്. ഇതില് പ്രധാനം മരണവിവരം UIDAI അറിയിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ ഈ കാർഡ് ഒരു ID പ്രൂഫായി ഉപയോഗിക്കാൻ കഴിയില്ല, ആധാർ റദ്ദാക്കാൻ കഴിയില്ല. എന്നാൽ ഇവ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതുവഴി തട്ടിപ്പുകൾ ഒഴിവാക്കാം. പാൻ കാർഡ്. ആധാർ പോലെ തന്നെ പ്രധാനമാണ് പാൻ കാർഡ്. മരണപ്പെട്ടവരുടെ പാൻ കാർഡുകൾ വലിയ തോതിൽ നികുതി വെട്ടിപ്പിനായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ പാൻ കാർഡ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കും. ഇതിനു ബന്ധുക്കൾ ആദായനികുതി വകുപ്പുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. ഇത് അനധികൃത ഉപയോഗം തടയാൻ സഹായിക്കും. വോട്ടർ ഐഡി കാർഡ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉപയോഗമുള്ള ഒരു രേഖയാണ് വോട്ടർ ID. പലരും കാണുന്നത്. ആധാർ വന്നതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇന്ന് രേഖ പലരും തിരയാറില്ല. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണിത്. മരിച്ച വ്യക്തിയുടെ വോട്ടർ ID കാർഡ് റദ്ദാക്കാൻ സാധിക്കും. ഇതിനു കുടുംബാംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ഓഫീസ് സന്ദർശിച്ച് ഫോം 7 പൂരിപ്പിച്ചു നൽകേണ്ടതുണ്ട്. അടുത്തതായി പാസ്പോർട്ട്. പാസ്പോർട്ടും വളരെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നുതന്നെ. ആധാർ പോലെ പാസ്പോർട്ടും റദ്ദാക്കാൻ വ്യവസ്ഥയില്ല. എന്നാൽ കാലഹരണ തീയതിക്ക് ശേഷം ഇവ സ്വയമേവ അസാധുവാകും. എന്നാൽ പാസ്പോർട്ട് ഉടമ കാലാവധിക്കു മുമ്പാണ് മരിക്കുന്നതെങ്കിൽ ഇത്തരം പാസ്പോർട്ടുകൾ കുടുംബാംഗങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ രേഖ നഷ്ടപ്പെട്ടാൽ ഉടന് പോലീസിൽ വിവരം അറിയിക്കേണ്ടതുണ്ട്. മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഈ നടപടികൾക്ക് ഒരു പ്രധാന രേഖ ആവശ്യമാണ്. അതാണ് മരണപത്രം അഥവാ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഒരാള് മരണപ്പെട്ടാൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രാദേശിക അധികാരികളെ അറിയിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. തുടർന്നുണ്ടായേക്കാവൂ നൂലാമാലകളിൽ നിന്നു രക്ഷ നേടാനും ഇത് ആവശ്യമാണ്. കൂടാതെ മരിച്ച വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്.